വിട്ടുമ്മച്ച നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച അയിലക്കറി. അതിനുവേണ്ടി ഞാൻ തേങ്ങ, മുളക്, മല്ലി, 2 പീസ് ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് വറുത്ത് തേങ്ങ നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3-4 പീസ് ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും ഇച്ചിരി പെരിഞ്ഞീരവും കൂടി ആ തേങ്ങയിലിട്ട് വറുത്തിട്ടുണ്ട് നന്നായിട്ട്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ പാത്രത്തിലിട്ട് അരച്ച് അരപ്പായത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ഉണ്ടാവില്ല, അന്നേരം പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അതുകൊണ്ടാണ് ഈ പാത്രത്തിലാക്കിയിട്ട് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, 1 തക്കാളി, 3 പച്ചമുളക്, ലേശം ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. തക്കാളി നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം. ചിലർക്ക് മീനിൽ തക്കാളി ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇഞ്ചി, 3 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, 1 ചെറിയ തക്കാളി, പിന്നെ പുളി, 2 പീസ് ചെറിയ 2 പീസ് പുളി, അതാ കണ്ടില്ലേ. അത് പിന്നെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി കൊതിരിച്ചിട്ട് വറവൊന്നും ഇടുന്നില്ല, ഇതെല്ലാം കൂടി ഇതിട്ടിട്ടാണ് വേവിക്കുന്നത്. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ അതിലേക്ക് ഇടുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കട്ടെ. മീൻ കറിക്കൊക്കെ ഉപ്പ് നമ്മൾ വെക്കുമ്പം തന്നെ ഇടണം. പിന്നെ നോക്കിയിട്ട് പോരാത്തത് ഇടാൻ പറ്റും. വെള്ളം ഒരിത്തിരിയും കൂടി ഒഴിക്കട്ടെ. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, 1/4 മുറി തേങ്ങ ഉണ്ടത്. 1 മുറി തികച്ചില്ല, 2 അയില മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നമ്മൾ മീനിനനുസരിച്ച് അരപ്പ് ചേർത്താൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് അടുപ്പ് കത്തിച്ച് കൊടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. കറി തിളച്ച് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കറി തിളച്ചിട്ടേ മീൻ ഇട്ട് കൊടുക്കാം. നല്ല തീയിൽ വെച്ച് തന്നെ ആദ്യം തിളപ്പിക്കണം, എന്നിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കാം. മീനിട്ടിട്ട് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അന്നപ്പോഴത്തേക്ക് അടുപ്പ് നിന്ന് ഓഫായിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ബാക്കി പിടിക്കാൻ പറ്റില്ല. പിന്നെ മീൻ തിളപ്പിച്ച് കറി തിളച്ച് വറ്റി ഇറക്കി, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേർക്കേണ്ടതൊക്കെ ഞാൻ ചേർത്ത് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി കാണിക്കാൻ പറ്റാഞ്ഞത്.